നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ട് സെർവർ കോമ്പോണൻസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു റിയാക്ട് സെർവർ കോമ്പോണൻസ്, അതുപോലെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഡ്രോബാക്സ്, അതുപോലെ റിയാക്ട് ക്ലയന്റ് കോമ്പോണൻസും സെർവർ കോമ്പോണൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് റിയാക്ട് സെർവർ കോമ്പോണൻസിന് പോകുന്നതിന് മുന്നേ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലയന്റ് സൈഡ് റെൻഡറിങ് എന്താന്ന് നോക്കാം. അപ്പോഴേ നിങ്ങൾക്ക് ഈ സെർവർ കോമ്പോണൻസും ക്ലയന്റ് കോമ്പോണൻസും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഉള്ള വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻസ് ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോകുമല്ലോ, ആ പേജിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പോകും. അപ്പൊ ഇനിഷ്യലി സെർവർ റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു സിമ്പിൾ HTML ഫയൽ, യൂഷ്വലി ഇൻഡെക്സ്ഡ് HTML ഫയൽ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ആമസോണിൽ കയറിയിട്ട് ഒരു ടേബിൾ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു നോർമൽ ടേബിൾ ഓർഡർ ചെയ്യാണ്. അവര് ഒരു കംപ്ലീറ്റ് മൊത്തം ടേബിൾ അല്ലല്ലോ നമുക്ക് കൊറിയർ വഴി സെൻഡ് ചെയ്യുന്നത്. അവര് നമുക്ക് സെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഒരു അൺഅസംബിൾഡ് പാർട്സിന്റെ ഒരു ബോക്സ് ആയിരിക്കും. അതായത് അതിന്റെ ലെഗ്സും സ്ക്രൂസും ടേബിളിന്റെ ടോപ്പ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് ആ കമ്പനിക്കാര് ഷിപ്പ് ചെയ്യുന്നത്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാവും. നമ്മളാണ് ഈ ഒരു ടേബിളിനെ ബിൽഡ് ചെയ്യുന്നത്. അതായത് ഈ മാനുവൽ എടുത്ത് വെച്ചിട്ട് ഇതിന്റെ സ്ക്രൂ ഒക്കെ അറ്റാച്ച് ചെയ്ത് ലെഗും അതിന്റെ ടേബിൾ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് ഒരു കംപ്ലീറ്റ് ടേബിൾ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മളല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പം CSR വർക്ക് ചെയ്യുന്നത്, അതായത് ക്ലയന്റ് സൈഡ് റെൻഡറിങ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ട് ആപ്ലിക്കേഷൻ സെർവറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെർവറിലേക്ക് റിക്വസ്റ്റ് പോകും. സെർവർ നമുക്ക് യൂഷ്വലി റിട്ടേൺ ചെയ്യുന്നത് ഒരു index.html ഫയൽ ആയിരിക്കും. ഇനി ഈ ഫയലില് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഒരു empty div tag ഉണ്ടാവും. അതായത് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ റെൻഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ID റൂട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിലായിരിക്കുമല്ലോ, അതായത് div ടാഗിലായിരിക്കുമല്ലോ. നമ്മുടെ main.html ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും നമ്മുടെ നോർമൽ റിയാക്ട് ആപ്പ് ഒരു empty div ടാഗ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ബണ്ടിൽ റെഫറൻസും ഉണ്ടാവും. അതായത് ഈ ഒരു അതിന് എന്താന്ന് പറഞ്ഞുതരാം. അതായത് ഈ bundle.js ഫയലിന്റെ റെഫറൻസ് ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് റിയാക്ട് ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ bundle.js ഫയലില് നമ്മൾ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യും. ഇതിന്റെ അകത്ത് ഒന്ന് നമ്മുടെ റിയാക്ട് ലൈബ്രറി ഉണ്ടാവും. അതുപോലെ നമ്മുടെ റിയാക്ട് കോമ്പോണൻസ്, അതായത് നമ്മുടെ ഡാഷ്ബോർഡ്, ഹെഡർ കോമ്പോണന്റ്, നാവിഗേഷൻ കോമ്പോണന്റ്, എന്തൊക്കെയാണോ നമ്മുടെ റിയാക്ട് ആപ്പിലുള്ള കോമ്പോണൻസ്, ആ കോമ്പോണൻസ് ഉണ്ടാവും. അതുപോലെ ആപ്ലിക്കേഷൻ ലോജിക്സ്, അതായത് ഇവന്റ് ലിസണേഴ്സ്, യൂസ് സ്റ്റേറ്റ്സ്, പിന്നെ യൂസ് എഫക്റ്റ്, അങ്ങനത്തെ ഹുക്സും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു bundle.js ഫയലിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താ നടക്കുന്നത്, സെർവർ മീൻസ് ബ്രൗസർ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബണ്ടിൽ സൈസ്, അതായത് ഇപ്പോൾ ഒരു വലിയൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചു, അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഈ ജാവാസ്ക്രിപ്റ്റ് ബണ്ടിലും വലുതായിരിക്കുമല്ലോ. അപ്പൊ എന്താ, ഈ ഒരു കംപ്ലീറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് UI ബിൽഡ് ചെയ്യുന്നത് വരെ ഈ ഒരു യൂസറിന് കാണുന്നത് ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ് ഇല്ലേ, അതായത് ഈ ഒരു ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് UI ബിൽഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഹൈഡ്രേഷൻ എന്നാ പറയുന്നത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു HTML പേജിലേക്ക് റിയാക്ട് ഇന്ററാക്ടിവിറ്റി അറ്റാച്ച് ചെയ്യുക. അതായത് ഈ ക്ലിക്ക് എവൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആ പേജിനെ ഇന്ററാക്റ്റീവ് ആയിട്ട് മാറ്റുക, UI ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സും, അതായത് റിയാക്ട് ജാവാസ്ക്രിപ്റ്റ് ബണ്ടിലിനെ റീഡ് ചെയ്ത് UI ബിൽഡ് ചെയ്യുന്ന ഈ കംപ്ലീറ്റ് പ്രോസസ്സും നടക്കുന്നത് ബ്രൗസറിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒന്ന് കൺസ്യൂം, അതായത് കംപ്ലീറ്റ് ബണ്ടിൽ ഡൗൺലോഡ് ചെയ്ത് UI ബിൽഡ് ചെയ്യുന്നത് വരെ യൂസറിന് കാണുന്നത് ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും. എസ്പെഷ്യലി നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും കൂടുതൽ ടൈം എടുക്കും അല്ലെ. അപ്പൊ ഒരു ബാഡ് യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്, ബാഡ് SEO ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ പോലെ നമുക്ക് റിയാക്ട് സെർവർ കോമ്പോണൻസ് യൂസ് ചെയ്യാം. ഇനി റിയാക്ട് സെർവർ കോമ്പോണൻസിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു കോമ്പോണന്റ് റെൻഡർ ചെയ്ത് ഒരു പ്രീബിൽറ്റ് HTML ആയിരിക്കും ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ബ്രൗസർ ഇതിനെ ഇൻസ്റ്റന്റ്ലി ഷോ ചെയ്യും. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കാം. അതായത് നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷൻ നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നു. സപ്പോസ് നമ്മൾ ഒരു എബൌട്ട് പേജിൽ ഒരു റിക്വസ്റ്റ് പോകുന്ന സമയത്ത് ഈ ഒരു റിക്വസ്റ്റ് നേരെ പോകുന്നത് നെക്സ്റ്റേഴ്സിന്റെ സെർവറിലേക്കായിരിക്കും. അതായത് ബ്രൗസറിലായിരിക്കില്ല ഈ ഒരു കോമ്പോണന്റ് റെൻഡറിങ് നടക്കുന്നത്, സെർവറിലായിരിക്കും ഈ ഒരു
കോമ്പോണന്റ് റെൻഡറിങ് നടക്കുന്നത്. അപ്പൊ നേരത്തെ എന്താ നടന്നത്, ഒരു empty HTML ഫയൽ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത് ക്ലയന്റ് സൈഡിലേക്ക്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സെർവറിലായിരിക്കും ഇമ്മീഡിയറ്റ്ലി ഈ പേജ് റെൻഡർ ആവുന്നത്. എന്ന് വെച്ചാൽ നെക്സ്റ്റ്.js സെർവർ ഈ ഒരു റിയാക്ട് കോമ്പോണന്റിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ റിയാക്ട് കോമ്പോണന്റിൽ മെയിൻ ആയിട്ട് രണ്ട് പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. ജാവാസ്ക്രിപ്റ്റിന്റെ ലോജിക് ഉണ്ടാവും, HTML ഉണ്ടാവും. അപ്പൊ ഈ ഒരു ലോജിക്ക് ബേസ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്യുവർ HTML JXS ബിൽഡ് ചെയ്ത് ഈ ഒരു HTML ആയിരിക്കും ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതായത് ബ്രൗസർ എങ്ങനെയാണോ യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യുന്നത് ആ ഒരു ഫോർമാറ്റിൽ, അതായത് നമ്മുടെ JXSഉം ജാവാസ്ക്രിപ്റ്റും കൂടെ ചേർന്നിട്ടുള്ള കോമ്പോണന്റിനെ സെർവർ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു ഫൈനൽ HTML, അതായത് പ്രീ ബിൽഡ് HTML ആയിരിക്കും നമ്മുടെ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ബ്രൗസർ ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജാവാസ്ക്രിപ്റ്റ് ബണ്ടിലിനെ ഡൗൺലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഫൈനൽ HTML ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാം, കസ്റ്റമറിന് ഷോ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഈ ബ്രൗസർ ഈ ഒരു റിയാക്ട് കോഡിനെ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്മീഡിയറ്റ്ലി അവർക്ക് കിട്ടുന്ന ആ പേജിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഷോ ചെയ്താൽ മാത്രം മതി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇഷ്യൂസ്, അതായത് ബ്രൗസർ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രീ ബിൽഡ് HTML നോർമൽ വെബ്സൈറ്റ് പോലെ തന്നെ ജസ്റ്റ് റെൻഡർ ചെയ്യാൻ വേണ്ടി ചെയ്താൽ മതി. സോ ക്ലയന്റ് സൈഡ് റെൻഡറിംഗ് പോലെ ഉണ്ടാകുന്ന ഒരു ലോഡിംഗ് ഡിലേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ക്ലയന്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യില്ല. പ്രീ ബിൽഡ്, അതായത് JXSനെ ബേസ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് കോഡും കൂടെ യൂസ് ചെയ്ത് ഫൈനൽ HTML എങ്ങനെയാണോ ഉണ്ടാകുന്നത് ഫൈനൽ HTML ആയിരിക്കും ക്ലയന്റ് സൈഡിലേക്ക്. അതാ ഒരു empty HTML അല്ല, ഫൈനൽ HTML ആയിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് കോഡ് കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് പറയാം. എപ്പോഴും നമുക്ക് ഈ ഒരു ഫൈനൽ HTML മാത്രമായിട്ട് ക്ലയന്റ് സൈഡിലേക്ക് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു നോർമൽ കോമ്പോണന്റ്, സെർവർ സൈഡ് കോമ്പോണന്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം നെക്സ്റ്റ്.jsന്റെ പ്രൊജക്ട് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാ നെക്സ്റ്റ്.js യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ്.jsന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല റിയാക്ട് സെർവർ കോമ്പോണൻസ്. ഇതൊരു റിയാക്ടിന്റെ തന്നെ കോൺസെപ്റ്റ് ആണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നെക്സ്റ്റ്.jsന്റെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഏറ്റവും നീറ്റ് ആയിട്ട് ഇപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ്.jsലായതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും നെക്സ്റ്റ്.jsനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു സെർവർ കോമ്പോണൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നെക്സ്റ്റ്.jsന്റെ 3 ട്യൂട്ടോറിയൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ സെർവർ കോമ്പോണന്റ് കാണിച്ചു തരാം. ഞാനൊരു നമ്മുടെ നോർമൽ ആപ്പ് ഡയറക്ടറിന്റെ അണ്ടറിൽ, നമ്മൾ ഇപ്പം നെക്സ്റ്റ്.js 15 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പ് റൗട്ടിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്, ഫയൽ ബേസ്ഡ് റൗട്ടിംഗ്. സോ ആപ്പ് റൗട്ടറിന്റെ അണ്ടറിൽ സെർവർ കോമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് page.js ഉണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ഒരു നോർമൽ ട്രഡീഷണൽ കോമ്പോണന്റ് ആണ്. ഇനി നിങ്ങൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ്.jsന്റെ ട്യൂട്ടോറിയലിൽ. അതായത് നെക്സ്റ്റ്.jsൽ ബൈ ഡിഫാൾട്ട് എല്ലാ കോമ്പോണൻസും സെർവർ കോമ്പോണൻസ് ആയിരിക്കും. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കോമ്പോണന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സെർവർ കോമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോർമൽ കോമ്പോണന്റ് ആണ്. ജസ്റ്റ് ഒരു JXS റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഒരു h1 ടാഗ് മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ കൂടെ നമുക്കൊരു ജാവാസ്ക്രിപ്റ്റും കൂടെ ആഡ് ചെയ്യാം. console.logന്റെ അകത്ത് ഞാൻ റെൻഡറിങ് സെർവർ എന്ന് കൊടുക്കുകയാണ്. ഇനി ഞാനിത് ബ്രൗസറിൽ ഒന്ന് റൺ ചെയ്യുവാണ് കേട്ടോ. സോറി, ടെർമിനലിൽ ഒന്ന് റൺ ചെയ്യുവാണ് കേട്ടോ. VS കോഡിന്റെ അതുപോലെ നമ്മുടെ page.jsന്റെ ഫയലിലെ, അതായത് റൂട്ട് റൗട്ട് അല്ലേ, അവിടെ ഞാൻ ഓൾറെഡി സെർവർ കോമ്പോണന്റിനെ ഇൻക്ലൂഡ് ചെയ്ത് കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്ത് കൺസോൾ എടുത്ത് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടോ സെർവർ എന്ന് പറഞ്ഞിട്ട് കാണുന്ന സെർവർ റെൻഡറിങ് സെർവർ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് സെർവർ കോമ്പോണന്റ് ആണ്, ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് അല്ല. ഇത് ഈ ഒരു പർട്ടിക്കുലർ കോഡിന്റെ ജാവാസ്ക്രിപ്റ്റ് വേർഷൻ എക്സിക്യൂട്ട് ആയിരിക്കുന്നത് സെർവറിലാണ്. ഇതിന്റെ ഫൈനൽ HTML ആണ് നമുക്ക് ബ്രൗസറിലേക്ക് കിട്ടിയത്. അതായത് ഈ ഒരു h1 ടാഗ് ആണ് ബ്രൗസറിൽ കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മൾ റെൻഡർ ചെയ്തത്. അതാണ്ട് റീബിൽഡിംഗ് ഫാസ്റ്റ് റിഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് എടുക്കാം.
അതിന് വേണ്ടിയിട്ട് ക്ലയന്റ് കോമ്പോണന്റ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ അണ്ടറിൽ ഒരു പേജ് ഡോട്ട് JS ഫയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഈ ഒരു ലൈൻ ഞാൻ പറയാം. ഇവിടെ നമ്മൾ നോക്കിയാൽ നോർമൽ റിയാക്ട് കോമ്പോണന്റ് ആണ്. എഗെയിൻ h1 ടാഗ് ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, ഹലോ ഫ്രം ക്ലയന്റ് കോമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിനെ ഇപ്പൊ ബൈ ഡിഫാൾട്ട് ഇതൊരു സെർവർ കോമ്പോണന്റ് ആണ് എല്ലാ കോമ്പോണന്റ്സിലും. ഇനി ഒരു നമുക്ക് മാനുവലി ഇതിനെ ക്ലയന്റ് കോമ്പോണന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്റ്റീവ് പേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം, യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായി, ഇതൊരു സെർവർ കോമ്പോണന്റ് ഇത് മാറി ക്ലയന്റ് കോമ്പോണന്റ് ആയി. അപ്പൊ എഗെയിൻ ഞാൻ നിങ്ങൾക്ക് പേജ് ഡോട്ട് JSൽ വന്നിട്ട് ഈ ഒരു ഫയലും കൂടെ ഇമ്പോർട്ട് ചെയ്തിട്ട് റെൻഡർ ചെയ്ത് കാണിച്ചു തരാം. അതിനു മുന്നേ നേരത്തെ ഞാൻ എടുത്ത ആ ഒരു ടെർമിനൽ ഇല്ലേ, ടെർമിനലില് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ടെർമിനലിൽ നമുക്ക് ഈ ഒരു റെൻഡറിങ് സെർവർ എന്ന് പറഞ്ഞ് നമ്മൾ സെർവർ കോമ്പോണന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കൺസോൾ ലൈൻ കാണാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് സെർവറിലാണ് റെൻഡർ ആയിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ അതായത് ക്ലയന്റ് കോമ്പോണന്റിന്റെ അകത്തും ഒരു കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കുകയാണ്. ക്ലയന്റ് റെൻഡറിംഗ് കൊടുക്കുന്നു. അതുപോലെ പേജ് ഡോട്ട് JSൽ ഇതിനെ കോൾ ചെയ്യാം. അപ്പോഴും എന്താണ്, നമ്മൾ ബ്രൗസറിൽ നോക്കിയിട്ടുണ്ട്, സോറി ടെർമിനലിൽ നോക്കിയിട്ടുണ്ട്. VS Code ടെർമിനലിൽ നമുക്ക് റെൻഡറിംഗ് സെർവർ മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഇത് ക്ലയന്റ് കോമ്പോണന്റ് ആയതുകൊണ്ട് ഇത് റെൻഡർ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇത് എക്സിക്യൂട്ട് ചെയ്ത് റെൻഡർ ആവുന്നത് ബ്രൗസറിലായിരിക്കും. അത് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവണമെങ്കിൽ അഗെയിൻ ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതിൽ മാത്രമേ നമുക്ക് ആ സെർവർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലയന്റ് OT വിട്ടുപോയിട്ടുണ്ട്, ക്ലയന്റ് റെൻഡറിംഗേ ഉള്ളൂ. അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തത് ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് റെൻഡർ ആയിരിക്കുന്നത് ബ്രൗസറിലും ഇത് റെൻഡർ ആയിരിക്കുന്നത് സെർവറിലുമാണ്. അപ്പം ഇത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് റിയാക്ട് കോമ്പോണന്റ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത് സെർവറിലാണ്. എന്നാൽ ഇതിന്റെ ഒരു ബ്രൗസർ നമ്മൾ നേരത്തെ പറഞ്ഞ ബണ്ടിൽ ഡോട്ട് JS ഫയൽ ഡൗൺലോഡ് ചെയ്ത് എക്സിക്യൂട്ട്, അതായത് UI ബിൽഡ് ചെയ്തിരിക്കുന്നത് ബ്രൗസറിലായിരിക്കും. ഇതിനൊക്കെ പെർഫോമൻസിന്റെ ബേസിൽ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്രൊജക്ട് ഒക്കെ എടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലയന്റ് സൈഡ് കോമ്പോണന്റ്സിന്റെ കംപ്ലീറ്റ് കോഡ് ബ്രൗസറിൽ ബിൽഡ് ചെയ്ത് വരാനുള്ള ആ ഒരു ബ്ലാങ്ക് സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റുട്ടോ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു h1 ടാഗ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ബേസിക് ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇതാണ് ഇതിന്റെ ബേസിക് ഡിഫറൻസ്. അതായത് ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫൈനൽ HTML ആണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ബ്ലാങ്ക് HTML ആയിരിക്കും. ഇതിന്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടക്കുന്നത് ക്ലയന്റ് സൈഡിലാണെങ്കിൽ റിയാക്ട് സെർവർ കോമ്പോണന്റ് എക്സിക്യൂഷൻ നടക്കുന്നത് സെർവർ സൈഡിലായിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഈ ക്ലയന്റ് കോമ്പോണന്റ് ഇല്ലേ, ഇതിനെ ഒന്നൊരു കണ്ടെയ്നർ div ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു ഇന്ററാക്ടിവിറ്റി ആഡ് ചെയ്യാം. അതായത് നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അലേർട്ട് മെസ്സേജ് കാണിക്കുന്നത് പോലെ ഈ ക്ലയന്റ് കോമ്പോണന്റിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇനി h1 ടാഗ് കഴിഞ്ഞിട്ടൊരു ബട്ടൺ, ഒരു ക്ലിക്ക് മീ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലിക്ക് മീ ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് അലേർട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ഞാൻ എന്റെ സെർവർ കോമ്പോണന്റ്സിൽ പോയിട്ട് സെയിം കാര്യം തന്നെ ചെയ്യുവാണ്. ഫസ്റ്റ് ഞാനൊരു കണ്ടെയ്നർ div ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഈ ബട്ടണും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. divന്റെ ക്ലോസിംഗ് ടാഗ് താഴേക്ക്. ഇനി അഗൈൻ നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു എറർ ആയിരിക്കും കാണാൻ പറ്റുക. അതായത് ഇവന്റ് ഹാൻഡ്ലേഴ്സ് കനോട്ട് പാസ് ടു ദ ക്ലയന്റ് കോമ്പോണന്റ് പ്രോപ്സ്. അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഡെഫിനിഷന്റെ രണ്ടാമത്തെ പോർഷൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ പേജിനെ ഇന്ററാക്ടിവിറ്റി വരുന്ന കോമ്പോണന്റ്സ് ഒന്നും നമുക്ക് സെർവർ കോമ്പോണന്റ്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഇപ്പോ ഇന്ററാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓൺ ക്ലിക്ക് ഇവന്റ്, ഓൺ സബ്മിഷൻ ഇവന്റ്, അല്ലെങ്കിൽ ഓൺ ബ്ലർ, ഓൺ ഫോക്കസ്, അങ്ങനെ ഇവന്റ് ലിസ്റ്റേഴ്സ് വരുന്ന കോമ്പോണന്റ്സ് ഒന്നും നമുക്ക് സെർവർ കോമ്പോണന്റ്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന്റെ റീസൺ എവിഡന്റ് ആണ്. കാരണം ഇത് റെൻഡർ ചെയ്തിരിക്കുന്നത് സെർവറിലാണ്. സ്റ്റാറ്റിക് HTML മാത്രമേ നമുക്ക് ബ്രൗസറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഈ ഇവന്റ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് JS ബ്രൗസറിൽ വേണം. അപ്പൊ ഇവിടെ ബട്ടൺ ക്ലിക്കിന്റെ ആ ഒരു ക്ലിക്ക് ഇവന്റ് ലിസ്റ്റർ നമുക്ക് ബ്രൗസറിൽ ഉണ്ടെങ്കിലേ ക്ലയന്റ് സൈഡിൽ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ക്ലിക്ക് വർക്ക് ആവുള്ളൂ. അപ്പൊ ഈ ക്ലിക്ക് ഇവിടെ വർക്ക് ആവില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോഡ് എവിടെയുള്ളത്, സെർവർ സൈഡിലാണ് ഈ ഒരു കോഡ് റെൻഡർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുക്സിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ ഞാൻ ഈ ഒരു ബട്ടൺ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റിയാക്ടിന്റെ ഒരു ഹുക്ക്, നമ്മുടെ ബേസിക് യൂസ്ഡ് ഹുക്ക് ഇല്ലേ, അതിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം.
യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്തു. എഗെയിൻ നമ്മൾ ബ്രൗസറിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എറർ ആണെങ്കിലും സെയിം ലോജിക് തന്നെയാണ്. യു ആർ ഇമ്പോർട്ടിംഗ് എ കോമ്പോണന്റ് ദാറ്റ് നീഡ്സ് യൂസ് സ്റ്റേറ്റ് ദിസ് ഹുക്സ് വർക്ക്സ് ഓൺലി ഇൻ എ ക്ലൈന്റ് കോമ്പോണന്റ്. അവര് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ യൂസ് സ്റ്റേറ്റ് ഹുക്സ് ആണെന്നുണ്ടെങ്കിലും എഗെയിൻ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹുക്സിന്റെ ഡീറ്റെയിൽ നമുക്ക് ക്ലയന്റ് സൈഡിൽ വേണം. സെയിം തന്നെയാണ് സൈഡ് എഫക്ട് ഹാൻഡിൽ ചെയ്യുന്ന യൂസർ എഫക്ട് ഹുക്ക് ആണെന്നുണ്ടെങ്കിലും അവിടെയും നമുക്ക് എന്ത് വേണം, ക്ലയന്റ് സൈഡിൽ ഈ ഒരു ജെഎസിന്റെ പോർഷൻ വേണം. അപ്പൊ 2-3 കേസ്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ സെർവർ കോമ്പോണൻസിന്റെ ഒരു ലിമിറ്റേഷൻസ് ആണെന്നും പറയാം. അതായത് ഹുക്സ് ഏതൊരു ഹുക്സ് ആണെങ്കിലും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കോമ്പോണന്റ് ക്ലൈന്റ് കോമ്പോണന്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഇവൻ ലിസണേഴ്സിന്റെ കേസിലും. അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സെർവർ കോമ്പോണന്റ് യൂസ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊജക്റ്റില് എപ്പോഴും എല്ലാ കോമ്പോണൻസിലും യൂസർ ഇന്ററാക്ടിവിറ്റി വേണമെന്ന് നിർബന്ധമില്ലല്ലോ. യൂസർ ഇന്ററാക്ടിവിറ്റി വേണ്ട ഒരു സെറ്റ് ഓഫ് കോമ്പോണൻസ് ഉണ്ടാവും. ഇതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കോമ്പോണൻസ് ഉണ്ടാവും. അത് നമുക്ക് സ്റ്റാറ്റിക് കോമ്പോണൻസിലെ ഈ ഒരു സെർവർ കോമ്പോണൻസ് അതന്നെ സെർവർ കോമ്പോണൻസും ഇന്ററാക്റ്റീവ് ആയിട്ട് വരുന്ന കോമ്പോണൻസിലെ ക്ലയന്റ് സൈഡ് കോമ്പോണന്റും യൂസ് ചെയ്യാലോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഇൻക്ലൂഡിംഗ് ഡാറ്റ ഫെച്ചിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ഡിഫറൻസ് മനസ്സിലായല്ലോ. അതായത് ഇന്ററാക്ടിവിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് ഹുക്സ്, ഇവൻ ലിസണേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലയന്റ് കോമ്പോണൻസിലും സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന പേജസ് നമുക്ക് സെർവർ സൈഡിലും റെൻഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേയ്സിന്റെ പ്രീവിയസ് ട്യൂട്ടോറിയൽസ് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കോഡിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.